വെർഷനിലോ ആർക്കും ഫുൾ ഫോക്കസ് പഠിക്കാൻ ഞാൻ പറയുന്ന ഈ 6 സ്റ്റെപ്സ് മാത്രം ചെയ്താൽ മതി. എന്റെ +2 മാർക്ക് ഷീറ്റും CUT സ്കോർ കാർഡും ആണ് ഇതിന്റെ തെളിവ്. സ്റ്റെപ്പ് 1, ഇത് മനസ്സിലായില്ലെങ്കിൽ ഫുള്ള് ചീറ്റിപ്പോവും. തലേ ദിവസമാണ് ഈ പ്രോസസ്സ് തുടങ്ങുന്നത്. മിനിമം 30 മിനിറ്റ്, മാക്സിമം നിങ്ങൾ മതിയെന്ന് തോന്നുന്നവരെ വിയർത്തണച്ച് എക്സസൈസ് ചെയ്യണം. അത്ഭുതം സംഭവിക്കാൻ തുടങ്ങും. നിങ്ങൾ ഒരു വേസ്റ്റ് അല്ലെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നും. എന്തോ ചെയ്തെന്നുള്ളൊരു ഇത് വരും. ബോഡിയിൽ ഡോപമൈൻ ഹോർമോൺ വന്ന് നമ്മുടെ മൂഡ് ശരിയാവും. സ്റ്റെപ്പ് 2, ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ ഡിപ്രഷൻ ആകാനും ഫുൾ പ്രൊക്കാസിനേറ്റ് ചെയ്ത് ഒന്നും പഠിക്കാതിരിക്കാൻ ചാൻസ് ഉണ്ട്. അത് തടയാൻ ഒറ്റൊരു വഴിയേ ഉള്ളൂ. അടുത്ത ദിവസം എന്ത് പഠിക്കണം, ഏത് ടൈമിൽ പഠിക്കണം, ഇതെല്ലാം പ്ലാൻ ചെയ്ത് എഴുതി വെക്കണം. ഇതിന് അല്ലെങ്കിൽ ചിന്തിച്ച് ബ്രെയിൻ കൺഫ്യൂസ് ആവും, മടുക്കും, ഫുൾ മൂടും പോകും. സ്റ്റെപ്പ് 3, ശരി ഇതെല്ലാം ചെയ്ത് പഠിക്കാനിരുന്നു, പക്ഷെ പഠിക്കാൻ പറ്റുന്നില്ല. ചിന്ത അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു, ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതിനൊറ്റൊരു വഴിയേ ഉള്ളൂ. രാവിലെ എഴുന്നേറ്റ് ഉടനെ 10 മിനിറ്റ് മെഡിറ്റേഷൻ. ആ ദിവസം ഫുള്ള് നിങ്ങൾ ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യും. അടുത്ത സ്റ്റെപ്പാണ് മിക്കവരുടെ ലൈഫ് തന്നെ മാറ്റിയിട്ടുള്ളത്. സ്റ്റെപ്പ് 4, രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് കോഫി കുടിച്ച് ഫ്രഷ് ആയി മെഡിറ്റേറ്റ് ഒക്കെ ചെയ്തിട്ട് ഇനി ശ്രദ്ധിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പ് 1.5-2 മണിക്കൂർ പഠിച്ചേ പറ്റൂ. മൊമെന്റം എന്ന് പറയുന്ന ഒരു സൂപ്പർ പവർ സാധനം ബിൽഡ് ചെയ്യാനാണ് സക്സസ്ഫുൾ ആളുകളെല്ലാം ഇങ്ങനെ വർക്ക് ചെയ്യുന്നത്. സ്റ്റെപ്പ് 5, ഇത് ചെയ്തില്ലെങ്കിൽ ഇത്രയും വീഡിയോ കണ്ടത് വെറുതെയാണ്. നിങ്ങളുടെ മൈൻഡിന് ഏറ്റവും കൂടുതൽ സന്തോഷം തരാൻ പോകുന്ന ഇതാ. 1, പഠിക്കുന്നത് പാടാൻ തോന്നുന്ന നിമിഷങ്ങളിൽ ഇതെല്ലാം കഴിയുമ്പോൾ കിട്ടുന്ന ആ വലിയ സക്സസ് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം. പഠിച്ച് തീരുമ്പോൾ നിങ്ങൾ തന്നെ നിങ്ങൾക്കൊരു റിവാർഡ് കൊടുക്കണം. അതായത് കുറച്ച് നേരം TV കാണുന്ന, ചോക്ലേറ്റ്, അങ്ങനെ. എന്തുകൊണ്ടാണ് ഞാൻ TV കാണാൻ പറഞ്ഞത്? ഇതിനൊരു മെയിൻ കാരണമുണ്ട്. അതാണ് അടുത്ത സ്റ്റെപ്പ്. സ്റ്റെപ്പ് 6, എല്ലാവരും ചെയ്യുന്ന വലിയ മിസ്റ്റേക്ക് ആണിത്. പഠിക്കുമ്പോഴോ അതിനിടെ റെസ്റ്റ് എടുക്കുമ്പോഴോ ഫോണിലെ എല്ലാ നോട്ടിഫിക്കേഷൻ ഓഫ് ആക്കണം. അത്ര അത്യാവശ്യമുള്ളവരാണ് നിങ്ങൾ വിളിച്ചോളൂ. സോഷ്യൽ മീഡിയ, ഷോർട്ട് വീഡിയോ ഒന്നും രാവിലെ സ്ക്രോൾ ചെയ്യാൻ പാടില്ല. രാത്രി കുറച്ച് നേരം ചെയ്താൽ അത്ര ബാധിക്കത്തില്ല. അല്ലെങ്കിൽ പഠിക്കുന്നത് 10 മടങ്ങ് ഹാർഡാവും. കാരണം ഇത് ഓവർ സ്റ്റിമുലേഷൻ ആയതുകൊണ്ട് പഠിക്കുന്നത് നിങ്ങൾക്ക് ബോറിംഗ് ആയിട്ട് തോന്നും. ബ്രെയിൻ ടയേർഡ് ആവും. നിങ്ങൾക്ക് വേണമെങ്കിൽ മതി. ഈ ലാസ്റ്റ് മെയിൻ സ്റ്റെപ്പ്, പഠിക്കുന്ന റൂം ക്ലീൻ ചെയ്തേ പറ്റത്തുള്ളൂ. അതെന്തുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ പറയുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒറ്റയ്ക്ക് ചെയ്താൽ ചിലപ്പോൾ ഫുള്ള് ചീറ്റിപ്പോവും. നിങ്ങളുടെ A to Z പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ തന്ന് ഡെയിലി എന്തൊക്കെ ചെയ്യണമെന്ന് ഫുൾ ഇൻസ്ട്രക്ഷൻ പറഞ്ഞു തന്ന് ഞാൻ ചെയ്ത ടിപ്സും ട്രിക്സും എല്ലാം പറഞ്ഞുതരാം. ഈ നമ്പർ വാട്സപ്പ് ചെയ്യേ. ചാനൽ വീഡിയോസ് എല്ലാം കണ്ട് വിശ്വാസമായിട്ട് മതി.